വണക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ ദ ട്രെയിലർ ഇസ് ഹിയർ. കൂലിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ ഇറങ്ങി. ആൻഡ് ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോവാണ്. സോ ഐ നോ ഇറ്റ്സ് വെരി ഹൈറ്റ്. ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ട്രെയിലർ അവർ പ്രതീക്ഷ അത്ര മാർക്കിൽ എത്തിയില്ല എന്ന്. ലെറ്റ്സ് സീ. 3 മിനിറ്റും 2 സെക്കൻഡുമാണ് ട്രെയിലറിലുള്ളത്. പ്രിറ്റി ലോങ്. ஒருத்தன் பிறந்த உடனே சன் பிக்சர்ஸ் அவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஸ்ருதி ஹசன் உலகத்திலேருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியல. ஓ அமீர் கான். ஊஃப் മോനെ வேற பெருசா பண்றானுங்க சார். அங்கார்ச்சினா ஓ ஜஸ்ட் பாய் சக்திரன். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் விடாம தோட்டம் இறக்குங்கடா. 10 வருஷம் வெட்டிச்சு செதறணும். 30 வருஷமா வந்து வச்சிருக்கேன். அவனுக்கு தெரிஞ்சது தலைவர் வந்துட்டா வந்து ബ്ലൂ റെഡ് ആയി. വെറുതെ ഇല്ല. അറുപത് ഹെലികോപ്റ്റർ பார்த்த மாதிரி இருக்கு. ഉപേന്ദ്ര അമീർ ഖാൻ. உன்னை யாரும் இங்க வர சொன்னா? யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். அரங்க மதிர பிசில் பறக்கவே எட்ரா கொக்கி. கூகு கூலி move your body. The whole squad, let's be on the party. It's too much heat, it's walking godly. The throne is his, so say sorry. கூgu கூலி move your body. The whole squad, let's be on the party. Ladies and gentlemen, too much heat, it's walking godly. The throne is his, so say sorry. Sing, alela mole അനിരുദ്ധ് മ്യൂസിക്. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்க. தலைமை இறங்கி சரிதம் எழுதவே. ഓഗസ്റ്റ് 14th. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിരുന്ന എല്ലാം ഉണ്ട് ഈ ട്രെയിലറിനകത്ത്. ലൈക്ക് സ്ഥിരം ലോകേഷിൻ്റെ ട്രെയിലർ സ്റ്റൈലാണ്. അതായത് പുള്ളി പ്ലോട്ട് അങ്ങനെ ഇടത്തില്ല. ഓക്കെ, അത് അങ്ങനെ ഇട്ടിട്ടുള്ളത് ആ കൂടെ ലിയോയിൽ മാത്രമേ ഉള്ളൂ. വിക്രമിലെ ആണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരു സിമിലർ ടൈപ്പ് ട്രെയിലർ കിട്ടി. അതായത് പ്ലോട്ട് അങ്ങനെ ക്ലിയർ ആക്കി തന്നിട്ടില്ല. എന്നിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള. ഇതിനകത്താണ് എനിക്ക് സിനിമയുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ചില ആൾക്കാർ പറയുന്നത് ഇതെന്തോ ടൈം ട്രാവൽ പരിപാടിയാണ്. ചില ആൾക്കാർ ഇതിന് എൻ്റെ ഇതിൽ ഗാങ്സ്റ്റർ പരിപാടി, അതിനകത്ത് എന്തൊക്കെയൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് എനിക്ക് വലിയതായിട്ട് അങ്ങനെ പിടികിട്ടുന്നില്ല. പിന്നെ പാട്ടുകൾ കിടുകയാണ്. എസ്പെഷ്യലി ഇതിനകത്തെ മ്യൂസിക് അനിരുദ്ധ് പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നലെ ഇതിൻ്റെ ഒരു ഓവറോൾ കുറേ ഓഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. കേൾക്കണം, കിട്ടിലുമാണ്. ഹെഡ്സെറ്റ് ഇട്ട് മസ്റ്റായിട്ട് കേൾക്കണ സാധനങ്ങളാണ്. ഇറ്റ് വാസ് വെരി ഗുഡ്.
പിന്നെ പിന്നെ ആക്ഷൻ അൻപരിവാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തും ചെറിയ വിശ്വാസമുണ്ട്. പിന്നെ ലോകേഷാണ് ഡയറക്ഷൻ, അതിനാണ് ഞാൻ പോകുന്നത്. പിന്നെ രജനീകാന്തിൻ്റെ തലൈവറുടെ സ്വാഗും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തൊരു രജനീകാന്ത് കമൽഹാസൻ റെഫറൻസും കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ പുള്ളി ഒരു കമൽഹാസൻ ഫാൻ ബോയ് വേണ്ടായിരിക്കാം, ലോകേഷ് ഒരു കമൽഹാസൻ ഫാൻ ബോയ് ആണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനത്തെ ഒരു ഇത് കൊടുത്തത്. ലുക്സ് വെരി പ്രോമിസിങ്. ഞാൻ എന്തായാലും ഈ സിനിമ എന്തായാലും എനിക്ക് കാണണമെന്നുണ്ട്. സോ യാ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ആൻഡ് ട്രെയിലർ വാസ് വെരി ഡാം ഗുഡ്. എനിക്ക് അറിഞ്ഞ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ സാധനം ഇഷ്ടപ്പെടാണ്ട് പോയെന്ന്, ലിറ്ററലി. പിന്നെ വാർ 2-ൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു, പക്ഷേ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ലടേ, അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാഷണൽ അവാർഡ്സ് ഇസ് ഫൈനലി എ ഹ്യൂജ് കോമഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല, കാരണം പറയാനാണെങ്കിൽ എനിക്കൊരു ഉളുപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സോ യാ, until the next video, bye guys.